മലയാള സിനിമയുടെ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന അതുല്യ നക്ഷത്രമാണ് മമ്മൂട്ടി. അരനൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന അഭിനയ യാത്രയിൽ കഥാപാത്രങ്ങളെ ജീവിപ്പിക്കാൻ മാത്രമല്ല അവയ്ക്ക് സ്വതന്ത്രമായൊരു ആത്മാവ് നൽകാനുള്ള അത്ഭുത ശേഷിയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. സിനിമകൾ മാറിയാലും കാലങ്ങൾ മാറിയാലും മമ്മൂട്ടിയുടെ സമർപ്പിതമായ അഭിനയ ദർശനം ഒരു തലമുറയെ മാത്രമല്ല നിരവധി തലമുറകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്ക് മുന്നിൽ വരുന്ന ഓരോ വേഷവും ആഴത്തിൽ പഠിച്ച് അതിന്റെ ഓരോ വികാരത്തെയും കൃത്യമായി പകർത്താനുള്ള മമ്മൂട്ടിയുടെ സമർപ്പണമാണ് അദ്ദേഹത്തെ മലയാള സിനിമയുടെ ഉയർന്ന കൊടുമുടികളിലേക്ക് ഉയർത്തിയത്. കരുത്താർന്ന നായക വേഷങ്ങളിൽ നിന്ന് മനസ്സിനെ വിങ്ങിക്കുന്ന വികാരഭരിത കഥാപാത്രങ്ങളിലേക്കും ചരിത്ര പുരുഷന്മാരിൽ നിന്ന് സാധാരണ മനുഷ്യരുടെ ദിനചര്യയെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലേക്കും മമ്മൂട്ടിക്ക് മാറി മാറി പലയിടത്തും തിളങ്ങാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ അതുല്യമായ അഭിനയ നേതൃത്വത്തിന്റെ തെളിവാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ കളങ്കാവൽ റിലീസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ്. വിനായകനും മമ്മൂട്ടിയും അഭിനയിക്കുകയല്ല ജീവിക്കുകയാണെന്ന് പറയുന്ന ഓരോ പ്രേക്ഷകന്റെയും കണ്ണും മനസ്സും നിറയുന്നുണ്ട്. അഭിനയത്തിൽ വീണ്ടും വീണ്ടും തേച്ചു മിനുക്കിയെത്തുന്ന മമ്മൂക്കയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. വിനായകൻ പതിവ് പോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് കമന്റുകൾ. ചിത്രത്തിന്റെ തിരക്കഥയ്ക്കും കഥ പറച്ചിൽ രീതിയും മികച്ച അഭിപ്രായം തന്നെയാണ് നേടുന്നത്. പുതുമ നിറഞ്ഞ രീതിയിൽ ത്രില്ലിംഗ് ആയ സ്റ്റൈലിലാണ് ചിത്രം കഥ പറയുന്നതെന്നും ജിതിന്റെ സംവിധാന മികവ് എടുത്തു കാണാമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രകടനത്തിനും കയ്യടികൾ ഉയരുന്നുണ്ട്. സിനിമയുടെ ആദ്യ പകുതിയും ഇന്റർവെൽ ബ്ലോക്കും മികച്ച അഭിപ്രായം തന്നെയായിരുന്നു. കളങ്കാവൽ ബോക്സ് ഓഫീസിലും മികച്ച നേട്ടം കൊയ്യുമെന്നാണ് ആദ്യ ഷോയ്ക്ക് പിന്നാലെ ഉയരുന്ന പ്രതികരണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. മുജീബ് മജീദിന്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും സിനിമയുടെ ആസ്വാദനത്തെ കൂടുതൽ മികച്ചതാക്കുന്നു എന്നും അഭിപ്രായങ്ങളുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫ്രർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കൂടിയാണ്. കേരളത്തിന് പുറത്തും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ലഭിക്കുന്നുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഗൾഫിലും മികച്ച പ്രീ സെയിൽസ് ആണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ. ലോക ഉൾപ്പെടെയുള്ള മലയാള ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ എത്തിച്ച ഫ്യൂച്ചർ റണ്ണപ്പ് ഫിലിംസ് ആണ് ചിത്രം തമിഴ്നാട് വിതരണം ചെയ്യുന്നത്. ചിത്രം തെലുങ്കിൽ വിതരണം ചെയ്യുന്നത് സിതാര എന്റർടൈൻമെന്റ്സ്, കർണാടകയിൽ എത്തിക്കുന്നത് ലൈറ്റർ ബുദ്ധ ഫിലിംസ്, നോർത്ത് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത് പെൻ മരുധാർ എന്നിവരാണ്. ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തുന്ന മമ്മൂട്ടി ചിത്രം എന്ന നിലയിൽ വലിയ ആകാംക്ഷയോടെയും ആവേശത്തോടെയുമാണ് പ്രേക്ഷകരും മലയാള സിനിമാ ലോകവും കളങ്കാവലിനെ കാത്തിരുന്നത്. ആ പ്രതീക്ഷകൾ വെറുതെ ആയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ചിത്രത്തിന് വരുന്ന പ്രതികരണങ്ങളെല്ലാം. സിനിമാ ലോകത്തിന്റെ പരിമിതികൾ കടന്നുപോയി ഒരു സംസ്കാരത്തിന്റെ അഭിമാന ചിഹ്നമായി മമ്മൂട്ടി മാറിയിരിക്കുന്നു. ആധുനികതയും പാരമ്പര്യവും കൈകോർത്ത് നിൽക്കുന്ന മലയാളികളുടെ മനസ്സിൽ മമ്മൂട്ടി എന്ന പേര് ഇന്നും അതേ ആദരവോടെയും അതേ മിടിപ്പോടെയും മുഴങ്ങുന്നു എന്നതിന്റെ പുതിയ ഉദാഹരണമാകും കളങ്കാവൽ എന്നതിൽ സംശയമില്ല.